ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ? ഇന്ന് പുട്ട് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പുട്ട്. ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് ഗോതമ്പ് പൊടി. ഞാൻ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം, എത്ര മാവുമ്പോൾ അത്ര ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു പശ രീതിയിലാവും, അത് ബോളായിപ്പോവും. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലാണെങ്കിലും ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ പാകത്തിനുള്ള പുട്ടിൻ്റെ പാകത്തിനുള്ള പൊടിയാക്കി കിട്ടും. ഞാൻ പിന്നെ മിക്സിയിലിട്ടില്ല, കുറച്ച് നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, 2 പേർക്ക് പാകത്തിന് കുറച്ച് ആ പാത്രത്തിലിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തു. അത് ഇനി നമുക്കൊരു പുട്ടിൻ്റെ കുറ്റിയിൽ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കാം. നനച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് മാവിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ, ഇതെല്ലാം ഇട്ട് ഫില്ലായിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് കുറച്ച് പയറും കൂടി പുഴുങ്ങിയെടുക്കാം. പുട്ട് ആവി കയറി വരുമ്പോൾ പയറ് പുഴുങ്ങിയെടുക്കാം. പയറ് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, അടച്ച് നമ്മൾ ഗ്യാസിൽ വെക്കുന്നു. ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് വിസിൽ കേൾക്കുന്നുണ്ട്. ഒരു 4 വിസിൽ കേട്ടാൽ മതി. 4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് പയറ് കുക്കായി വരും. അതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും കൂടെ നമുക്ക് പൊരിക്കാം. ഒരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പപ്പടം എണ്ണ ചൂടാവാതെ പപ്പടം ഇട്ട് കഴിഞ്ഞാൽ പപ്പടം തണുത്ത പോലെ ഇരിക്കും. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പപ്പടം പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. എൻ്റെ മോളാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടെന്നേ പറയത്തുള്ളൂ. ഹോസ്റ്റലിൽ പോയപ്പോഴത്തേക്ക് എന്ത് കഴിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുമ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി. കുറച്ച് സമയം അവൾ പുറത്ത് സെപ്പറേറ്റ് ആണ് കേട്ടോ താമസിച്ചത്. സമയത്ത് അവളുടെ ഈസി വിഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ടായിരുന്നു. അവൾ പുട്ടും ഉണ്ടാക്കി, മുട്ടക്കറി, അല്ലെങ്കിൽ ഒരു ദിവസം കടലക്കറി, പരിപ്പ് കറി, അങ്ങനെയൊക്കെ എന്തെങ്കിലും കറികളുണ്ടാക്കും, കുറച്ച് പുട്ടുണ്ടാക്കും. അതാകുമ്പോൾ 3 നേരവും പുട്ട് തന്നെ കഴിക്കും. ഞാൻ ഈ പപ്പടം എല്ലാം പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സമയം ഉണ്ടാവും. അവരില്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഞാൻ നാട്ടിൽ ചെന്നാലും കുട്ടികളുള്ളപ്പോൾ കൂടുതൽ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് തന്നെ ആയിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി പയറും പപ്പടവും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈഡേ അങ്ങനെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. ചായയോ എന്തെങ്കിലുമൊക്കെ ആക്കുക. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കിയാലോ. അങ്ങനെയാണ് പുട്ടുണ്ടാക്കിയത്. പുട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒരു തടിയുടെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കുത്തി ഇടുന്നത്. അതിങ്ങനെ പ്ലേറ്റിലോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് പുട്ടും പയറും പപ്പടമൊക്കെ കഴിക്കാം. അതിനോട് ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സ്വാദിഷ്ടമായ പുട്ടും പയറും പപ്പടമൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.